എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലെ പ്രത്യേകത അവിടെ സാന്നിധ്യം അറിയിക്കാൻ 2020 സ്ഥാനാർത്ഥി ഉണ്ട് എന്നതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതിയില്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയും നടപ്പാക്കുന്നില്ല എന്നാണ് എറണാകുളം മണ്ഡലം സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ആന്റണി ജൂഡി പറയുന്നത്. പ്രചാരണ രംഗത്ത് വളരെ സജീവമാണ് 2020യും എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിൽ വളരെ സജീവമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. നമുക്കൊപ്പം എറണാകുളം മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആന്റണി ജൂഡി ചേരുന്നു. എങ്ങനെ പോകുന്നു പ്രചാരണ പരിപാടികൾ? നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ കണ്ടും അവരെ കേട്ടുകൊണ്ടും 2020 പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. എത്രമാത്രം ഒരു സാധ്യതകളുണ്ട്? വിജയം സുനിശ്ചിതമാണ്. എന്താണ് അതിന്റെ ഒരു സാധ്യതയായിട്ട് നിങ്ങൾ കാണുന്നത്? പ്രചാരണം എന്താ മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മൾ വാഗ്ദാനങ്ങളൊന്നും തന്നെ നൽകാതെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജനങ്ങളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളൊരിക്കലും പ്രവർത്തകരോടല്ല സംസാരിക്കുന്നത്. നമ്മൾ ജനങ്ങളെ ചെന്ന് കണ്ട് ജനങ്ങളെ കേട്ടുകൊണ്ട് അവരുടെ വിഷയങ്ങളെ പഠിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനം നടന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം. എന്തൊക്കെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? നമുക്ക് ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള എല്ലാ ജനങ്ങളുടെ ആവശ്യം. ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് 2020 പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അവരോടൊപ്പം ആയിക്കൊണ്ട് തന്നെ. രാഷ്ട്രീയം പറയാതെയാണ് പലപ്പോഴും 2020 പോകുന്നത് മുന്നോട്ട്. എന്താണ് രാഷ്ട്രീയപരമായി നിങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച്? നമ്മളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനസേവനമാണ്. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ വികസനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയമെന്നാണ് പ്രസ്ഥാനത്തിന്റെ കരുതലും. മറ്റു മുന്നണികളെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? അത് ജനങ്ങളാണല്ലോ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2020യുടെ ഒരു പ്രസക്തി ഇന്ന് നിലനിൽക്കുന്നതും. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് വാഗ്ദാനമാണ് നിങ്ങൾ, അല്ലെങ്കിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പറയുന്നത്? നമ്മൾ വാഗ്ദാനങ്ങൾ നൽകുന്നില്ല. നമ്മൾ രചിക്കും നാടിന്റെ വികസനം, എറണാകുളത്തിന്റെ വികസനം. അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ഒരു കൺസെപ്റ്റ്? എന്താണ് എന്തെങ്കിലും പറയാനുണ്ട്? നമുക്ക് ബേസിക്കലി 65 വർഷമായിട്ട് നമ്മളെ പറഞ്ഞും പറ്റിച്ചും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഒരു പ്രതീക്ഷയറ്റ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. നമ്മൾ മത്സരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത് ബേസിക് പരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ് പ്രസ്ഥാനത്തിന്റെ ആശയവും. അതുതന്നെയാണ് മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ മത്സരത്തിലേക്ക് പോകുന്നത്. എറണാകുളം ഒരു വലിയ രീതിയിൽ വികസന സാധ്യതകളുള്ള ഒരിടമാണ്. പ്രത്യേകിച്ച് ഇവിടേക്കൊക്കെ വരുമ്പോഴെല്ലാം തന്നെ ഒരു IT ഹബ് എല്ലാം തന്നെ വരുന്നുണ്ട്. ഇവരോടൊക്കെ സമ്മിശ്രമായ ജനങ്ങൾ സംസാരിക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളുള്ളതാണ്? അവര് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, വികസിക്കാൻ പറ്റിയൊരു പ്രദേശമാണ്. എന്തുകൊണ്ട് വികസനം നടന്നില്ല എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. കഴിഞ്ഞ ഒരു 65 വർഷമായിട്ടും എറണാകുളത്തിന്റെ വികസനം എവിടെ എത്തി നിൽക്കുന്നെന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ജനങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അവർ പറയുന്ന ഫീഡ്ബാക്കുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന ഒരു വികസനം എന്ന് പറയുന്നത് 15 വർഷം പിന്നോട്ടുള്ള വികസനമല്ല, മുന്നോട്ടുള്ള വികസനമാണ്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം മറ്റൊരു ആശയത്തെ സ്വീകരിച്ചു തുടങ്ങിയതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടാണ് 2020 എന്ന പ്രസ്ഥാനം ഇന്ന് എറണാകുളം പാർലമെന്റിലും ചാലക്കുടി പാർലമെന്റിലും മത്സരിക്കുന്നത്. എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു വിജയത്തിന്. 2020 പ്രവർത്തകർ ആവശ്യത്തിൽ തന്നെയാണ് അവരുടെ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തനത് രീതികളിൽ പ്രചാരണങ്ങൾ കൊണ്ടുപോകുന്നതോടും അതേപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ വാഹന പ്രചാരണ പരിപാടികളും പ്രവർത്തകരെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികൾക്ക് 2020യും മുൻതൂക്കം നൽകുന്നു. വലിയ രീതിയിലുള്ളൊരു മാറ്റം വോട്ടിംഗ് മേഖലയിൽ അല്ലെങ്കിൽ വിജയം സുരക്ഷിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നതെല്ലാം തന്നെയുള്ള ഒരു ആത്മവിശ്വാസമാണ് ആ പ്രവർത്തകരിലുമുള്ളത്. ക്യാമറാമാൻ ഷ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.